വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ജോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ചാനൽ തന്നെ ഇതിന്റെ ആദ്യത്തെ 2 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ എങ്ങനെ അതിന്റെ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ജിയോമോർഫിക് ഫീച്ചേഴ്സിന്റെ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് ഉത്തരേന്ത്യൻ സമതലത്തിനെ 3 ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ 4 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അതായത് റീജിയണൽ ഡിവിഷൻ ഓഫ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ജിയോമോർഫിക് ഫീച്ചേഴ്സിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the North Indian plain can be divided into 3 zones from north to south based on its geomorphic features. അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ, ഉത്തരേന്ത്യൻ സമതലത്തിനെ നമുക്ക് എത്രയായി തരംതിരിക്കാം? ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 സോൺസ്. 3 സോൺസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും, ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രം നോർത്ത് ടു സൗത്ത്, വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരേന്ത്യൻ സമതലത്തിനെ, നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ഇറ്റ്സ് ജിയോമോർഫിക് ഫീച്ചേഴ്സ്. ജിയോമോർഫിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിന്റെ ഭൂരൂപങ്ങളുടെ സവിശേഷതകൾ, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകൾ. ആ ഒരു ഭൂപ്രകൃതി സവിശേഷതകളുടെ ബേസിസിൽ, അടിസ്ഥാനത്തിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ഏറ്റവും ആദ്യം വരുന്നത് ഹിമാലയസ് ആണ് അല്ലെ. അതിൽ തന്നെ ഷിവാലിക് ആണ് ഏറ്റവും സൗത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷിവാലിക്കിന്റെ തൊട്ട് സൗത്തിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ ഒരു ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കാണപ്പെടുന്നത്. അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ നമുക്ക് അതിന്റെ ഒരു ജിയോമോർഫിക് ഫീച്ചേഴ്സിന്റെ ബേസിസിൽ 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം കാണുന്നതാണ് ഒന്നാമത്തെ സോൺ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സോൺ, അതിനുശേഷം മൂന്നാമത്തെ സോൺ. അപ്പോൾ ഈ 3 മേഖലകളുടെയും പേരുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ സോണിന്റെ പേരാണ് ഭാബർ, രണ്ടാമത്തെയാണ് ടെറായി, മൂന്നാമത്തത് അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എക്കൽ സമതലങ്ങൾ എന്ന് പറയും. അപ്പോൾ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്ക് നിന്നും തെക്കോട്ട്, അല്ലെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്, മുകളിൽ നിന്ന് താഴേക്കാണ്. മാപ്പിൽ മുകൾ ഭാഗമാണ് നോർത്ത്, താഴെ വരുന്നത് സൗത്ത് ആണ്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് 3 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഭാബർ, ടെറായി, അലൂവിയൽ പ്ലെയിൻസ് അഥവാ എക്കൽ സമതലങ്ങൾ. ഇനി നമുക്ക് ഈ ഓരോ സോണുകളുടെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ആദ്യം വരുന്ന സോൺ നമുക്കറിയാം ഭാബർ ആണ്. ഭാബർ ഇസ് എ നാരോ ബെൽറ്റ് അപ്രോക്സിമേറ്റ്ലി 80 to 10 കിലോമീറ്റർ വൈഡ്. അതായത് ഭാബർ എന്ന് പറയുന്ന ഒരു നാരോ ബെൽറ്റ് ആണ്, ഒരു ഇടുങ്ങിയ ബെൽറ്റ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ വരച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് നമുക്കറിയാം ഹിമാദ്രിയാണ് അല്ലെ. ഹിമാദ്രി കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ നിരയാണ് ഹിമാചൽ. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ നിരയാണ് സിവാലിക് അല്ലെങ്കിൽ ഷിവാലിക് എന്ന് പറയുന്ന നിര. അപ്പൊ അതിന്റെ സൗത്തിലായിട്ടാണ് ആര് കാണപ്പെടുന്നത്? ഈ ഒരു പ്ലെയിൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ സോണിനെ നമ്മൾ ഭാബർ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഭാബറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ നാരോ ആയിട്ടുള്ള, ഇടുങ്ങിയ, അതായത് വീതി കുറഞ്ഞ ഒരു സോണാണ്. വീതി കുറവാണ്, മാത്രവുമല്ല ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 80 to 10 കിലോമീറ്റർ ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 80 to 10 കിലോമീറ്റർ വൈഡ്, 8 മുതൽ 10 കിലോമീറ്റർ വരെ വീതി, അത്രയും വീതി മാത്രമേ ഈ ഒരു ഭാബർ എന്ന് പറയുന്ന ഭാഗത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു നാരോ ബെൽറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഇത് റണ്ണിങ് പാരലൽ ടു ദി ഷിവാലിക് മൗണ്ടൈൻ റേഞ്ച് അറ്റ് ദി ബ്രേക്കപ്പ് ഓഫ് ദി സ്ലോപ്പ്. അതായത് ഇത് ഈ ഒരു ഷിവാലിക്, മൂന്നാമത്തെ നിര എന്ന് പറഞ്ഞാൽ ഷിവാലിക് ആണ് അല്ലെ. ഷിവാലിക്കിന് പാരലായിട്ട്, സമാന്തരമായിട്ടാണ് ഈ ഒരു ബെൽറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ റണ്ണിങ് പാരൽ ടു ദി ഷിവാലിക് മൗണ്ടൈൻ റേഞ്ച് അറ്റ് ദി ബ്രേക്കപ്പ് ഓഫ് ദ സ്ലോപ്പിന്റെ ബ്രേക്കിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് പെട്ടെന്ന്
നമുക്കറിയാം മൗണ്ടെയ്ൻസിൽ നിന്ന് പ്ലെയിനിലേക്ക് മാറുമ്പോൾ ചരിവിന് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നു, ഒരു ബ്രേക്ക് സംഭവിക്കുന്നു. അപ്പൊ ആ ഒരു ബ്രേക്കിലായിട്ട്, ചരിവിന്റെ സ്ലോപ്പിന്റെ ബ്രേക്കിലായിട്ടാണ് ഈ ഒരു ഭാഗം, ഈ ഒരു സോൺ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ചരിവ് നമുക്കറിയാം മൗണ്ടെയ്ൻസിൽ നിന്ന് പ്ലെയിനിലേക്ക് മാറുമ്പോൾ ചരിവ് പെട്ടെന്ന് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? മൗണ്ടെയ്ൻസിന്റെ ചരിവ് കൂടുതലാണ്, സ്ലോപ്പ് കൂടുതലാണ്. അപ്പൊ ആ സ്ലോപ്പ് പെട്ടെന്ന് മാറുന്ന ആ ഒരു ബ്രേക്കിലായിട്ട്, ആ ഒരു പോയിന്റിലായിട്ട് നീളത്തിൽ 8 മുതൽ 10 കിലോമീറ്റർ വീതിയിൽ ശിവാലിക്കിന് പാരലായിട്ട്, സമാന്തരമായിട്ട് കാണപ്പെടുന്ന ഒരു നാരോ ബെൽറ്റ്, ഇടുങ്ങിയ ഒരു ബെൽറ്റ് ആണ് ഈ ഒരു ഭൂവിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ദി ശിവാലിക് മൗണ്ടൈൻ റേഞ്ച് എലോങ് ഇറ്റ്സ് ഫൂട്ട് ഹിൽസ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ശിവാലിക്കിന്റെ നേരെ തെക്കായിട്ട്, സൗത്തിലായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല എവിടെയായിട്ടാണ് വരുന്നത്? സൗത്ത് ഓഫ് ശിവാലിക് മൗണ്ടൈൻ റേഞ്ച് എലോങ് ഇറ്റ്സ് ഫൂട്ട് ഹിൽസ്, അതിന്റെ ഫൂട്ട് ഹിൽസിലാണ്. ഫൂട്ട് ഹിൽസ് എന്ന് പറഞ്ഞാൽ മലയടിവാരം. ഒരു മൗണ്ടൈന്റെ ഏറ്റവും താഴ്ഭാഗം, അതിന്റെ ആ ഒരു താഴ്വരയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് നമ്മൾ മലയടിവാരം അല്ലെങ്കിൽ ഫൂട്ട് ഹിൽസ് എന്ന് പറയുന്നത്. അപ്പൊ ശിവാലിക്കിന്റെ ഏറ്റവും താഴെ, അതിന്റെ മലയടിവാരത്ത് ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഫൂട്ട് ഹിൽസിലായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ഭാബർ എന്ന് പറയുന്ന ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഒരു ബെൽറ്റ് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദിസ് സോൺ ഓഫ് ദി പ്ലെയിൻ ഈസ് ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് ബ്രോഡ് ബൈ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദ മൗണ്ടെയ്ൻസ്. അതായത് നമുക്കറിയാം ഇവിടെ ഒരുപാട് റിവേഴ്സ് ഉണ്ടല്ലേ, മൗണ്ടെയ്ൻസിൽ നിന്ന് ഒരുപാട് റിവേഴ്സ് ഒഴുകി വരുന്നുണ്ട്. ഏതൊക്കെ റിവേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ നോർത്തേൺ മൗണ്ടൈൻ റീജിയന്റെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ ഈ റിവേഴ്സ് എന്ത് ചെയ്യുന്നു? മൗണ്ടെയ്ൻസിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുന്ന സമയത്ത് ഒരുപാട് സെഡിമെന്റ്സ് കൊണ്ടുവരും. അത് വളരെ വലിയ ബോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻ പാറക്കല്ലുകളാണ് ബോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഉരുളൻ പാറക്കല്ലുകൾ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നത് വലിയ ഉരുളൻ പാറക്കല്ലുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് റോക്സും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരുപാട് റോക്സ് കൊണ്ടുവരുന്ന റോക്സിൽ കൂടുതലും ഉരുളൻ പാറക്കല്ലുകളാണ്, ബോൾഡേഴ്സ് ആണ്, വളരെ വലുതാണ്. അപ്പം വലുതെല്ലാം ആദ്യം തന്നെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും, അല്ലെ? അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട് എന്ത് ചെയ്യുന്നു? നീളത്തിലുള്ള ഒരു ബെൽറ്റ് ഫോം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ദിസ് സോൺ ഓഫ് ദി പ്ലെയിൻ? ഈ ഒരു പ്ലെയിൻ എങ്ങനെ, ഈ പ്ലെയിന്റെ ഈ ഒരു സോൺ ഈസ് ഫോംഡ് ബൈ ദി, എങ്ങനെയാണ് ഫോം ചെയ്തത്? ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ്. റോക്സിന്റെയും ബോൾഡേഴ്സിന്റെയും ഡിപ്പോസിഷന്റെ ഫലമായാണ്. ഇനി ഇത് കൊണ്ടുവന്നത് ആരാണ്? ബ്രോഡ് ബൈ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദ മൗണ്ടെയ്ൻസ്. മൗണ്ടെയ്ൻസിൽ നിന്ന് ഫ്ലോ ചെയ്തു വരുന്ന റിവേഴ്സ് കൊണ്ടുവരുന്ന ഉരുളൻ പാറക്കല്ലുകളും മറ്റുള്ള ശിലകളും നിക്ഷേപിക്കപ്പെട്ട് ഡിപ്പോസിറ്റ് ചെയ്താണ് ഈ ഒരു വളരെ വലിയ ഇടുങ്ങിയ ഈ ഒരു ഭാബർ എന്ന് പറയുന്ന ബെൽറ്റ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് വളരെ വലിയ ബോൾഡേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സിനെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കില്ല. കാരണം വളരെ വലിയ പാറക്കെട്ടുകളായതുകൊണ്ട് തന്നെ റിവേഴ്സ് വളരെ അടിയിൽ കൂടിയായിരിക്കും ഒഴുകുന്നത്, ഈ ബോൾഡേഴ്സിന്റെ അടിയിൽ കൂടി. അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ റിവേഴ്സിനെ നമുക്ക് വിസിബിൾ ആയിരിക്കത്തില്ല, ദൃശ്യമായിരിക്കത്തില്ല. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ദിസ് റീജിയൻ, ഈ റീജിയണിൽ കൂടി ഫ്ലോ ചെയ്യുന്ന റിവേഴ്സ് എന്താണ്? ആർ നോട്ട് വിസിബിൾ അല്ല, ദൃശ്യമല്ല. കാരണം എന്താണ്? as they flow beneath the rocks and ബോൾഡേഴ്സിന്റെയും റോക്സിന്റെയും ബിനീത്ത്, അടിയിൽ കൂടിയാണ് ഈ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു ഭാബർ എന്ന് പറയുന്ന ഭാഗത്ത് നദികളെ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി ഭാബർ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഏത്? നമ്മള് ടെറായ് എന്ന് പറയുന്ന രണ്ടാമത്തെ ബെൽറ്റ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ രണ്ടാമത്തെ സോണിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഒന്നാമത്തെ സോൺ ഭാബർ ആണെന്ന് നമുക്കറിയാം. രണ്ടാമത്തെ സോണിനെ വിളിക്കുന്ന പേരാണ് ടെറായ് എന്നുള്ളത്. അപ്പോൾ ടെറായുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഏറ്റവും മുകളിൽ ആരായിരുന്നു? ശിവാലിക് മൗണ്ടൈൻ റേഞ്ചസ് ആണ്. അതിന്റെ സൗത്തിലായിട്ടാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ തുടങ്ങുന്നത്. അപ്പൊ ആദ്യം വരുന്നത് ഒരു വളരെ വലിയ ഒരു നീളത്തിലുള്ള നാരോ ആയിട്ടുള്ള ഒരു ട്രാക്ട് ഉണ്ട്, അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിനെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു? ഭാബർ എന്നാണ് ആ ബെൽറ്റിനെ നമ്മൾ വിളിച്ചത്. അപ്പൊ അത് വളരെ വീതി കുറഞ്ഞ ഒരു ബെൽറ്റ് ആണ്. അപ്പൊ ആ ഒരു ബെൽറ്റിന് സൗത്തിലായിട്ട് തൊട്ട് തെക്കായിട്ട് കാണപ്പെടുന്ന വളരെ വീതിയുള്ള, അതായത് ഭാബറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു വീതിയുള്ള
ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിനെയാണ് നമ്മൾ ടെറായി എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പൊ ടെറായുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ടെറായി ഈസ് എ മാർഷി ആൻഡ് സ്വാംബി ട്രാക്ട്. അതായത് മാർഷിയും സ്വാംബിയുമായിട്ടുള്ള ഒരു ട്രാക്ട് ആണ് ടെറായി. മാർഷി അല്ലെങ്കിൽ സ്വാംബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചതുപ്പ് നിലങ്ങളെ വിളിക്കുന്ന പേരാണ് മാർഷി ഏരിയാസ്. അപ്പോൾ ചതുപ്പ് നിലങ്ങളാണ് ഈ ഒരു ടെറായി എന്ന് പറയുന്നത്. ടെറായി ഈസ് എ മാർഷി ആൻഡ് സ്വാംബി ട്രാക്ട്. ട്രാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഭൂപ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് ട്രാക്ട്. അപ്പോൾ മാർഷിയും സ്വാംബിയുമായിട്ടുള്ള വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളായിട്ടുള്ള ഭൂപ്രദേശമാണ് ഈ ഒരു ടെറായി. ഇതിന്റെ വീതി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10 to 20 കിലോമീറ്റർ ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 10 to 20 കിലോമീറ്റർ വൈഡ്, 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയുള്ള പ്രദേശമാണിത്. റണ്ണിങ് പാരൽ ടു ദി ഭാബർ ബെൽറ്റ്. അപ്പൊ ഭാബർ ബെൽറ്റിന് പാരലായിട്ട് സമാന്തരമായിട്ടാണ് ഇത് റൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ആദ്യം ഭാബർ വരുന്നുണ്ട്, അതിന് സമാന്തരമായിട്ടാണ് ഈ ഒരു ടെറായി കാണപ്പെടുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ഡിവിഷനാണ് ഭാബർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകതകൾ മാർഷിയാണ്, സ്വാംബിയാണ്, അതുപോലെ തന്നെ 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയാണുള്ളത്. ഭാബറിന് പാരലായിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഈ ഒരു പ്രദേശത്ത്, അതായത് ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് റിവേഴ്സ്, ഒട്ടനവധി റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന റിവേഴ്സ് എവിടെ വന്ന് ഡിസപ്പിയർ ചെയ്യുന്നു? ഈ ഒരു ഭാബറിൽ വന്ന് ഡിസപ്പിയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു റിവേഴ്സ് ഡിസപ്പിയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവ നമുക്ക് കാണാൻ പറ്റില്ല, വിസിബിൾ അല്ല കണ്ണുകൊണ്ട്, കാരണം വലിയ പാറക്കെട്ടുകളുടെ അടിയിൽ കൂടിയാണ് റിവർ ഒഴുകുന്നത്. പിന്നീട് ആ റിവേഴ്സ് എമേർജ് ചെയ്യുന്നത്, റീ എമേർജ് ചെയ്യുന്നത് അഥവാ പുനർജനിക്കുന്നത് എവിടെയാണ്? ഈ ഒരു ടെറായി റീജിയനിലാണ്. അപ്പൊ ടെറായി റീജിയനിൽ ഈ റിവർ എന്ത് ചെയ്യുന്നു? പുനർജനിക്കുന്നു. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന റിവേഴ്സ് ഭാബറിൽ അപ്രത്യക്ഷമാവുന്നു. പിന്നീട് അത് ടെറായി റീജിയനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പുനർജനിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്, ദ റിവേഴ്സ് ദാറ്റ് ഡിസപ്പിയർ ഇൻ ദ ഭാബർ റീജിയൻ. അതായത് ഭാബർ റീജിയനിൽ ഡിസപ്പിയർ ആയ അപ്രത്യക്ഷമായിട്ടുള്ള റിവേഴ്സ് എന്ത് ചെയ്യുന്നു? റീഎമേർജ് ഇൻ ദിസ് ഏരിയ. ഈ ഏരിയയിൽ, ടെറായി ഏരിയയിൽ ഇത് എന്ത് ചെയ്യുന്നു? റീഎമേർജ് ചെയ്യപ്പെടുന്നു. ഇവിടെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെറായി ഹാസ് എ ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സെർവ്സ് ആസ് എ ഹാബിറ്ററ്റ് ഫോർ വേരിയഡ് വൈൽഡ് ലൈഫ്. അതായത് ടെറായിൽ ഈ ഒരു നല്ല രീതിയിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ഒരു പ്രദേശത്ത് കാണപ്പെടുന്ന. അപ്പൊ അതിന്റെ ഒരു ലക്ഷൂറിയസ് ഗ്രോത്ത്, വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പ്രദേശത്ത്. അപ്പൊ ടെറായിൽ നല്ല രീതിയിൽ നാച്ചുറൽ വെജിറ്റേഷൻ ഉള്ള സ്ഥലമാണ്. മാത്രവുമല്ല ഈ ഒരുപാട് കാടുകളും അതുപോലെ നാച്ചുറൽ വെജിറ്റേഷനും ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ടെറായി എന്ന് പറയുന്ന റീജിയൻ സെർവ്സ് ആസ് എ ഹാബിറ്ററ്റ് ഫോർ വേരിയഡ് വൈൽഡ് ലൈഫ്. അതായത് വൈൽഡ് ലൈഫിന്, വന്യജീവി സമ്പത്തിന് ഒരു കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ വന്യജീവി സമ്പത്തിന്, വേരിയഡ് വൈൽഡ് ലൈഫിന് ഒരു ഹാബിറ്ററ്റ് ആയിട്ട് ഇത് സെർവ് ചെയ്യപ്പെടുന്നു. അതായത് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന വന്യജീവികൾക്ക് ഒരു ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ വാസസ്ഥലമായിട്ട് ഈ ഒരു പ്രദേശം ടെറായി സെർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രദേശം മാറുന്നുണ്ട്. അപ്പോൾ ടെറായി ഹാസ് എ ലക്ഷൂറിയസ് ഗ്രോത്ത് ഓഫ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് സെർവ്സ് ആസ് എ ഹാബിറ്ററ്റ് ഫോർ വേരിയഡ് വൈൽഡ് ലൈഫ്. ഈ ഒരു പ്രദേശം ഒരുപാട് ജീവികൾക്ക് വാസസ്ഥലമായിട്ട് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇനി അപ്പൊ രണ്ടാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ടെറായിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന മൂന്നാമത്തെ സോൺ അല്ലെങ്കിൽ ഡിവിഷൻ ആണ് അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അലൂവിയൽ പ്ലെയിൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അടുത്ത ഡിവിഷനാണ് അലൂവിയൽ പ്ലെയിൻസ്. അലൂവിയൽ പ്ലെയിൻസ് നമുക്ക് ഉറപ്പായിട്ടും അറിയാം, ഇതിന്റെ സൗത്തിലായിട്ട്, ഈ ഒരു പ്രദേശത്തിന്റെ സൗത്തിലായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഈ ഒരു നമ്മൾ കാണപ്പെടുന്ന ഈ ഒരു ടെറായി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിന്റെ സൗത്തിലായിട്ട് ആയിരിക്കും അലൂവിയൽ പ്ലെയിൻസ് കാണപ്പെടുന്നത്. അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറയുന്നത് എക്കൽ സമതലങ്ങൾ എന്നാണ് മലയാളം. അപ്പൊ ഇത് ഉറപ്പായിട്ടും എക്കൽ നിക്ഷേപിച്ച് അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്തുണ്ടായിട്ടുള്ള സമതലങ്ങളാണ്, പ്ലെയിൻസ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ടു ദി സൗത്ത് ഓഫ് ദി ടെറായിയുടെ സൗത്തിലായിട്ട്, തെക്കായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ദ ബെൽറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾഡർ ആൻഡ് ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സ്. അപ്പൊ
ടെറായുടെ സൗത്തിലായിട്ട് തെക്കിലായിട്ട് ഒരു വളരെ വലിയൊരു ബെൽറ്റ് ഉണ്ട്. ഈ ബെൽറ്റിന്റെ പ്രത്യേകത ദ ബെൽറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾഡർ ആൻഡ് ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സ്. ഈ ബെൽറ്റിനകത്ത് എന്തൊക്കെ കാണപ്പെടുന്നു? ഓൾഡറും ന്യൂവറുമായിട്ടുള്ള അലൂവിയൽ ഡിപ്പോസിറ്റുകൾ കാണപ്പെടുന്നു. അതായത് പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങൾ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ഈ ഒരു ബെൽറ്റിൽ ടെറായിക്ക് സൗത്തിലായി കാണപ്പെടുന്ന ഈ വളരെ വലിയൊരു ബെൽറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇത് എന്ത് നിർമ്മിക്കുന്നു? ഫോംസ് ദി അലൂവിയൽ പ്ലെയിൻ. ഈ ഒരു അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ഓൾഡറും ന്യൂവറുമായിട്ടുള്ള അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ആണ് ഈ ഒരു അലൂവിയൽ പ്ലെയിൻ, ഈ ഒരു എക്കൽ സമതലം രൂപപ്പെടുത്തുന്നത്. അപ്പൊ ഇത് കാണപ്പെടുന്നത് ടെറായിക്ക് സൗത്തിലാണ്. ഇതിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾഡർ ആൻഡ് ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സ്. ഓൾഡർ ആയിട്ടുള്ള അലൂവിയൽ ഡിപ്പോസിറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റിവേഴ്സിന് ദൂരെയായിട്ട് ചില അലൂവിയൽ ഡിപ്പോസിറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിവേഴ്സിൽ നിന്ന് വളരെ ദൂരെ നമുക്ക് അലൂവിയൽ ഡിപ്പോസിറ്റ്സ് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓൾഡർ അലൂവിയൽ ഡിപ്പോസിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭംഗാർ എന്നുള്ളത്. ഈ റെഡ് കളറിൽ വരച്ചിട്ടുള്ളതാണ് ഭംഗാർ എന്ന് പറയുന്നത്. അതുപോലെ ന്യൂവർ ആയിട്ടുള്ള അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ഉണ്ട്. ഈ ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും റിവേഴ്സിന്റെ അടുത്തായിരിക്കും കാണപ്പെടുന്നത്. റിവറിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ഡിപ്പോസിറ്റുകളാണ്, റിവറിനോട് ചേർന്ന് കാണപ്പെടുന്ന ഡിപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ അതാണ് നമ്മൾ ഖാദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സിനെ, പുതുതായിട്ടുണ്ടാവുന്ന അലൂവിയൽ ഡിപ്പോസിറ്റ്സിനെ നമ്മൾ ഖാദർ എന്നും, പഴയ അലൂവിയൽ ഡിപ്പോസിറ്റ്സിനെ, പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഭംഗാർ എന്നുള്ള പേരിലും വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഓൾഡർ അലൂവിയം ഡിപ്പോസിറ്റ്സ് ആർ കാൾഡ് ഭംഗർ. പഴയ അലൂവിയം ഡിപ്പോസിറ്റ്സിനെ ഭംഗാർ എന്ന് വിളിക്കുന്നു. അതേസമയം ന്യൂവർ വൺസ് ആർ റെഫേർഡ് ടു as ഖാദർ. പുതിയതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? ഖാദർ എന്നുള്ള പേരിലും വിളിക്കുന്നു. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പ്രദേശത്തിന്റെ The major characteristic features of this region include depositional landforms. ഈ ഒരു പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അതായത് പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, ഈ ഒരു റീജിയന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഒട്ടനവധി ഡിപ്പോസിഷണൽ ലാൻഡ്ഫോംസ് അഥവാ നിക്ഷേപണ ഭൂരൂപങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ലാൻഡ് ഫോംസ് തന്നെ ഇറോഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസും ഉണ്ട്. ഇറോഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇറോഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ്. ഇപ്പൊ വി ഷേപ്ഡ് വാലി അല്ലെങ്കിൽ ഗോർജസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവയെല്ലാം ഇറോഷണൽ ലാൻഡ് ഫോംസ് ആണ്. അതേസമയം ഡിപ്പോസിഷൻ വഴി അല്ലെങ്കിൽ നിക്ഷേപണം വഴി ഉണ്ടാവുന്ന ലാൻഡ് ഫോം, ഇപ്പൊ സെഡിമെന്റ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചുണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ് നിക്ഷേപണ ലാൻഡ് ഫോംസ്. അത്തരത്തിലുള്ള ഒട്ടനവധി ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് ആണ് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ് സച്ച് ആസ് റിവറൈൻ ഐലൻഡ്സ്. റിവറൈൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മലയാളം നമ്മൾ നദീജന്യ ദ്വീപുകൾ. അതുപോലെ തന്നെ സാൻബാർ എന്ന് പറഞ്ഞാൽ മണൽ വരമ്പുകൾ എന്ന് പറയും. ആൻഡ് ഡെൽറ്റാസ്, അതുപോലെ തന്നെ ഡെൽറ്റകളും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഈ പ്രദേശത്ത് ബ്രെയ്ഡഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണഞ്ഞൊഴുകുന്ന അരുവികൾ, അതുപോലെ മിയാൻഡേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ വലയങ്ങളാണ്. അപ്പോൾ വലയങ്ങൾ ആൻഡ് ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. ബ്രെയ്ഡഡ് സ്ട്രീംസ്, മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ പ്രോമിനന്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഏരിയ. ഈ ഒരു ഏരിയയിലെ പ്രോമിനന്റ് ഫീച്ചേഴ്സ്, പ്രധാന സവിശേഷതകളാണ് ബ്രെയ്ഡഡ് സ്ട്രീംസ്, മിയാൻഡേഴ്സ്, അതുപോലെ ഓക്സ്ബോ ലേക്സ്. അപ്പൊ ഇവിടുത്തെ ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? റിവറൈൻ ഐലൻഡ്സ് പറയാം, സാൻബാർസ് പറയാം, ഡെൽറ്റാസ് പറയാം. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ ഒരു പ്രൊഫൈൽ വ്യൂ കാണാനായിട്ട് സാധിക്കും. പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശക്കാഴ്ച എന്ന് പറയും. അതായത് നമ്മൾ ഇതിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഈ ഒരു ഭൂപ്രദേശത്തിന്റെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു പ്ലെയിൻ തുടങ്ങുന്നത്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ തുടങ്ങുന്നത് ഹിമാലയത്തിന്റെ സൗത്തിലായിട്ടാണ്, അല്ലെ? ഹിമാലയം കഴിഞ്ഞാണ് ഈ ഒരു പ്ലെയിൻ തുടങ്ങുന്നത്. അപ്പൊ ഷിവാലിക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, ഹിമാലയത്തിന്റെ ഏറ്റവും സൗത്തിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഫൈല് വടക്ക് നിന്നും തെക്കോട്ടുള്ള ഡയറക്ഷനിലാണ് വരച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ഏറ്റവും നോർത്തിൽ വരുന്നത് ഹിമാലയാസ് ആണ്. അപ്പൊ നോർത്തിൽ നിന്ന് നേരെ സൗത്തിലേക്കാണ് ഈ ഒരു പ്രൊഫൈല് വരച്ചിട്ടുള്ളത്.
അപ്പൊ നമ്മൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ ഹിമാലയ കഴിഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അപ്പൊ നമുക്കിവിടെ ആദ്യം ഒന്നാമത്തെ ഈ ഒരു പ്ലെയിന്റെ ഒന്നാമത്തെ സോൺ ആയിട്ടുള്ള ഭാബർ കാണാനായിട്ട് സാധിക്കും. ഭാബർ എന്ന് പറയുമ്പോൾ വളരെ വലിയ ബോൾഡേഴ്സ് അല്ലെങ്കിൽ ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പ്രദേശമാണ്. മാത്രവുമല്ല ഈ ഒരു പ്രദേശത്ത് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? നദികൾ ഡിസപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന റിവേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രദേശത്ത് അടിയിൽ കൂടിയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ ഒരു പ്രദേശത്ത് ഈ ഒരു പാറക്കെട്ടുകൾ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ സോണാണ് ടെറായി എന്ന് പറയുന്നത്. ടെറായിലായിരിക്കും ഈ റിവേഴ്സ് എന്ത് ചെയ്യുന്നത്? റീഎമർജ് ചെയ്ത് വരുന്നത്. മാത്രമല്ല ഇത് നല്ല ഒരുപാട് നാച്ചുറൽ വെജിറ്റേഷനുള്ള മാർഷിയും സ്വാമ്പിയുമായിട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ്. അതിനുശേഷം പിന്നീട് വരുന്നത് അലൂവിയൽ പ്ലെയിൻ ആണ്. ഈ അലൂവിയൽ പ്ലെയിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ റിവറിന്റെ ഒരു ക്രോസ് സെക്ഷൻ, ഈ ഒരു ഭാഗത്ത് കൂടി ഒഴുകുന്ന ഒരു റിവറിന്റെ ക്രോസ് സെക്ഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും സൈഡിലായിട്ട് റിവറിന്റെ ചാനൽ ഇതാണ്. ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഒഴുകുന്ന ഒരു വഴിയാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ചാനലിന്റെ രണ്ടും സൈഡിലായിട്ടും ചാനലിന്റെ ഏറ്റവും അടിഭാഗത്തുമായിട്ട് നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഖാദർ എന്ന് പറയുന്ന ന്യൂവർ ആയിട്ടുള്ള അലൂവിയൽ ഡിപ്പോസിറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി ഓൾഡർ ആയിട്ടുള്ള ഭംഗർ എന്ന് പറയുന്ന അലൂവിയൽ ഡിപ്പോസിറ്റ്സ് വശങ്ങളിൽ ദൂരെയായിട്ടായിരിക്കും കാണുന്നത്. റിവറിൽ നിന്നും ഒരുപാട് അകലെയായിട്ടായിരിക്കും ഈ ഒരു ഭംഗർ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും, രണ്ട് സൈഡിലുമായിട്ടാണ് ഭംഗാർ എന്ന് പറയുന്ന ഡിപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദി ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ? അതായത് നോർത്ത് ഇന്ത്യൻ പ്ലെയിന്റെ, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏത് ജോഗ്രഫിക്കൽ ഡിവിഷൻ ആണ്, ഏത് ഭൂപ്രകൃതി വിഭാഗമാണ് അഗ്രികൾച്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നോർത്ത് ഇന്ത്യൻ പ്ലെയിന് 3 ജോഗ്രഫിക്കൽ ഡിവിഷൻസ് ആണ് ഉള്ളത് അല്ലെ? ആദ്യം വരുന്നത് ഭാബർ, പിന്നെ ടെറായ്, അതിനുശേഷം അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങൾ. അപ്പോൾ അഗ്രികൾച്ചറിന് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മൂന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളാണ്. അവിടെയാണ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ കൃഷി നല്ല രീതിയിൽ നടക്കുന്ന പ്രദേശം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അലൂവിയൽ പ്ലെയിൻസ് ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അലൂവിയൽ പ്ലെയിൻസിൽ തന്നെ ഖാദർ എന്ന് പറയുന്ന ന്യൂവർ അലൂവിയൽ ഡിപ്പോസിറ്റ്സ് ആണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ബിക്കോസ് അതിന് ഫെർട്ടിലിറ്റി വളരെ കൂടുതലാണ്. അത് ഫെർട്ടൈൽ ആയിട്ടുള്ള ഡിപ്പോസിറ്റ്സ് ആണ്. പുതുതായിട്ട് നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഏറ്റവും റീസെന്റ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ വളക്കൂറ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ആൻസർ അലൂവിയൽ പ്ലെയിൻസ് ആർ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളിൽ കാണപ്പെടുന്ന ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലഡ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രളയ സമതലങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, ഇത് ഫ്ലഡിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്ലെയിൻസ് ആണ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന സമതലങ്ങളാണിവ. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് രൂപം കൊള്ളുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിങ് ഫ്ലഡ്സ്, അതായത് വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രളയം ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആ പ്രളയം ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും ഈ റിവർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പ്രളയം ഉണ്ടാവുമ്പോൾ ഉറപ്പായും ഈ നദി കര കവിഞ്ഞ് ഇരുവശങ്ങളിലേക്കും ഒഴുകും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദ അലൂവിയം ബ്രോഡ് ബൈ റിവേഴ്സ്, റിവർ കൊണ്ടുവരുന്ന അലൂവിയം അല്ലെങ്കിൽ എക്കൽ, നദി ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ എന്ത് ചെയ്യുന്നു? ഗെറ്റ്സ് ഡിപ്പോസിറ്റഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് എ റിവർ. ആ അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു, നിക്ഷേപിക്കപ്പെടുന്നു. എവിടെ? അലോങ് ദ ബാങ്ക്സ് ഓഫ് എ റിവർ. ഒരു റിവറിന്റെ ബാങ്കുകളിൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം, അല്ലെങ്കിൽ ഇരുവശങ്ങളിലായിട്ട്, ഇരു കരകളിലുമായിട്ട് അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. മഴക്കാലത്ത് നദി കര കവിഞ്ഞൊഴുകുന്നു. അതിന്റെ ഫലമായിട്ട് അലൂവിയം എവിടെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നു? ഈ ബാങ്കുകളിലായിട്ട്, ഇരു കരകളിലുമായിട്ട് അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ട് ഇരു കരകളിലും അലൂവിയം ഡിപ്പോസിറ്റ് ചെയ്ത് വളരെ വലിയ പ്ലെയിൻസ്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്ലെയിൻസ് രൂപം കൊള്ളുന്നുണ്ട്. അപ്പൊ ഈ പ്ലെയിൻസിനെ, ഈ സമതലങ്ങളെ വിളിക്കുന്ന പേരാണ് ഫ്ലഡ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രളയ സമതലങ്ങൾ. ആൻഡ് പ്ലെയിൻസ് ആർ ഫോംഡ്, ഇപ്പൊ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് പ്ലെയിൻസ് ഫോം ചെയ്യുന്നു. ദ പ്ലെയിൻസ് ദസ് ഫോംഡ് ആർ ഫ്ലഡ് പ്ലെയിൻസ്. അപ്പൊ ഇങ്ങനെ രൂപപ്പെടുന്ന
പ്ലെയിൻസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലഡ് പ്ലെയിൻസ് അല്ലെങ്കിൽ പ്രളയ സമതലങ്ങൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അലൂവിയം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സമതലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വളക്കൂറ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ പ്രദേശങ്ങൾ കൃഷിക്കായിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ദീസ് ഏരിയാസ് ആർ ഐഡിയൽ ഫോർ അഗ്രികൾച്ചർ. ഈ പ്രദേശം എന്താണ്? കൃഷിക്ക്, അഗ്രികൾച്ചറിന് ഐഡിയൽ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ ഫ്ലഡ് പ്ലെയിൻസിന്റെ ഏരിയാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് മെനി വെൽ നോൺ റിവർ വാലി സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ് ഹാഡ് ഫ്ലറിഷ്ഡ് അലോങ് സച്ച് ഫ്ലഡ് പ്ലെയിൻസ്. ഇത്തരത്തിലുള്ള ഫ്ലഡ് പ്ലെയിൻസിലാണ്, പ്രളയ സമതലങ്ങളിലാണ് ലോകത്തിലെ ലോകപ്രശസ്തമായിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള പല നദീതട സംസ്കാരങ്ങളും അല്ലെങ്കിൽ റിവർ വാലി സിവിലൈസേഷൻസും ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത്, ഉടലെടുത്ത് വളർന്നിട്ടുള്ളത്. അപ്പം പല നദീതട സംസ്കാരങ്ങളും റിവർ വാലി സിവിലൈസേഷൻസും വളർന്ന് പന്തലിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഫ്ലഡ് പ്ലെയിൻസിലാണ്, പ്രളയ സമതലങ്ങളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡസ് എന്ന് പറയുന്ന നദിയുടെ ഫ്ലഡ് പ്ലെയിൻസിലാണ് ആ ഒരു സംസ്കാരം ഉടലെടുത്തതും വളർന്നിട്ടുള്ളതും. അപ്പോൾ ഈ ഫ്ലഡ് പ്ലെയിൻസ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ലാൻഡ് ഫോം ആണ്. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, റിവർ ഒഴുകുന്നുണ്ട്. റിവറിന്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് ഫ്ലഡ് പ്ലെയിൻസ് കാണാനായിട്ട് സാധിക്കും. അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങളിൽ രൂപപ്പെടുന്ന മറ്റ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ നിക്ഷേപണ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അവിടെ കാണപ്പെടുന്നതാണ് റിവറൈൻ ഐലൻഡ്സ്, ലെവീസ് ആൻഡ് സാൻഡ് ബാർസ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നദീജന്യ ദ്വീപുകൾ, നീർച്ചാൽ തിട്ടകൾ, മണൽ വരമ്പുകൾ. അപ്പൊ ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. വെൻ റിവേഴ്സ് ഫ്ലോ ത്രൂ പ്ലെയിൻസ്, അതായത് പ്ലെയിൻസിലൂടെ, സമതലങ്ങളിലൂടെ റിവർ എന്ത് ചെയ്യുന്നു? ഫ്ലോ ചെയ്യുന്നു, ഒഴുകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ദർ വെലോസിറ്റി ആൻഡ് ഡെപ്ത് ആർ കമ്പാരറ്റീവ്ലി ലോ. അതിന്റെ വെലോസിറ്റിയും നദിയുടെ വേഗതയും അതുപോലെ ഡെപ്ത് എന്ന് പറഞ്ഞ ആഴവും എങ്ങനെയാണ്? കമ്പാരറ്റീവ്ലി ലോ ആണ്, താരതമ്യേന വളരെ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, സമതലങ്ങളിൽ എങ്ങനെയായിരിക്കും സ്ലോപ്പ്, ചരിവ് വളരെ കുറവാണ് അല്ലെ. നമ്മൾ ഒരു മൗണ്ടെയിനസ് ടെറൈൻ എടുത്തു കഴിഞ്ഞാല് അവിടെ ഉറപ്പായിട്ടും എന്താണ്? ചരിവ് കൂടുതലായിരിക്കും. അപ്പൊ റിവറിന്റെ വേഗതയും എനർജിയും എല്ലാം കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നന്നായിട്ട് ഇറോഷൻ നടക്കും. ഇറോഷന്റെ ഫലമായിട്ട് നല്ല ആഴമുള്ള വി ഷേപ്ഡ് വാലീസ് ഉണ്ടാവും. പക്ഷെ പ്ലെയിനെ സംബന്ധിച്ച് അവിടെ എങ്ങനെയാണ്? സ്ലോപ്പ് വളരെ കുറവാണ്. സ്ലോപ്പ് കുറവായതുകൊണ്ട് തന്നെ റിവറിന്റെ വേഗത കുറവായിരിക്കും, വെലോസിറ്റി കുറവായിരിക്കും, അതുപോലെ റിവറിന്റെ എനർജിയും വളരെ കുറവായിരിക്കും. അപ്പൊ ഇറോഷൻ അല്ലെങ്കിൽ അപരദനം എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നന്നായിട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകളെ ഇളക്കിക്കൊണ്ട് പോകുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വശങ്ങളിലും റിവറിന്റെ അടിഭാഗത്തുമുള്ള പാറകളെ റിവറിന് ഇളക്കാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ ആഴം കുറഞ്ഞ, ഡെപ്ത് കുറഞ്ഞ വാലീസ്, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഡെപ്ത് കുറഞ്ഞ, ആഴം കുറഞ്ഞ വാലീസ് ആയിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി ലോ ഡെപ്ത് ഉള്ള, വെലോസിറ്റി കുറഞ്ഞ റിവേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു പ്ലെയിൻ ഏരിയാസിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ വേഗത കുറയുന്നു, അതിന്റെ ഫലമായിട്ട് ആഴം കുറയുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? Therefore, the sediments brought by the rivers get deposited. റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ്, അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് ഗെറ്റ് ഡിപ്പോസിറ്റഡ്, നിക്ഷേപിക്കപ്പെടുന്നു. അപ്പൊ വേഗത കുറവാണ്. അപ്പൊ വേഗത കുറയുമ്പോൾ ഉറപ്പായിട്ടും റിവറിന്റെ കയ്യിലുള്ള പാറകളും ചരലും മണലും എല്ലാം, ആ ഒരു സെഡിമെന്റ്സ്, അവസാദങ്ങളെല്ലാം നിക്ഷേപിക്കപ്പെടും, ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. നദിയുടെ വശങ്ങളിലും ബെഡിലും, അതായത് അടിഭാഗത്തും റിവറിന്റെ ഈ ഒരു ചാനൽ ഒഴുകുന്ന പാതയിലുമായിട്ട് എന്ത് ചെയ്യും? നിക്ഷേപിക്കപ്പെടും. അതിന്റെ ഫലമായിട്ട് പ്രധാനമായിട്ട് 2 ലാൻഡ് ഫോംസ് ഉണ്ടാകും. അതാണ്, ഒന്നാമത്തെയാണ് റിവറൈൻ ഐലൻഡ്സ് അഥവാ നദീജന്യ ദ്വീപുകൾ, രണ്ടാമത്തെയാണ് നീർച്ചാൽ തിട്ടകൾ അല്ലെങ്കിൽ ലെവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഫോമിങ് ഐലൻഡ്സ് ഇൻ ദ റിവർ ചാനലിൽ ഐലൻഡ്സ് ഫോം ചെയ്യുന്നു. ഇതാണ് റിവർ ചാനൽ. റിവറിന്റെ ചാനൽ അല്ലെങ്കിൽ നദീ ചാലുകൾ എന്ന് പറയും. ഈ റിവർ ഒഴുകുന്ന ഈ ഒരു പാതയാണ് നമ്മൾ റിവർ ചാനൽ എന്ന് പറയുന്നത്. അവിടെ ചെറിയ ചെറിയ ഐലൻഡ്സ് ഫോം ചെയ്യും. ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ്വീപുകൾ. ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ചെറിയ ചെറിയ ദ്വീപുകൾ എന്ത് ചെയ്യും? റിവറിന്റെ നടുക്ക് ഇങ്ങനെ ഫോം ചെയ്യും. അപ്പോ അങ്ങനെ ഉണ്ടാവുന്ന ഈ ദ്വീപുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? അങ്ങനെ ഉണ്ടാവുന്ന ഈ ദ്വീപുകളെ വിളിക്കുന്ന പേരാണ് റിവറൈൻ ഐലൻഡ്സ് അഥവാ നദീജന്യ ദ്വീപുകൾ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ഒരു റിവർ ഒഴുകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നടുക്കായിട്ട് ഒരുപാട് ഐലൻഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഒട്ടനവധി ഐലൻഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
അപ്പോൾ അത് മാത്രമല്ല, ഐലൻഡ്സ് മാത്രമല്ല, ഈ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഐലൻഡ്സ് ഇൻ ദ റിവർ ചാനൽ ഐലൻഡ്സ് ഉണ്ടാകും. അതിനെ നമ്മൾ റിവറൈൻ ഐലൻഡ്സ് അല്ലെങ്കിൽ നദീജന്യ ദ്വീപുകൾ എന്ന് വിളിക്കും. അത് മാത്രവുമല്ല, എന്തും കൂടി ഉണ്ടാവും, ആൻഡ് റിഡ്ജസ് അലോങ് ദെയർ സൈഡ്സ്, അതായത് നദിയുടെ വശങ്ങളിൽ, സൈഡുകളിൽ റിഡ്ജുകൾ ഫോം ചെയ്യും, തിട്ടകൾ ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് ലെവീസ്. ലെവീസിന്റെ മലയാളം നീർച്ചാൽ തിട്ടകൾ എന്നാണ്. അപ്പം ഈ റിവറിന്റെ ചാനലിൽ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഐലൻഡ്സ് ഉണ്ടാവുന്നു. പക്ഷേ റിവറിന്റെ സൈഡിൽ എന്തുണ്ടാവുന്നു? ആ റിവറിന്റെ സൈഡിൽ, വശങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്ടായി ഇങ്ങനെയുള്ള തിട്ടകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇവിടെ നമുക്ക് ഒരു തിട്ട കാണാം. അതുപോലെ ഇതിന്റെ ഈ ഒരു വശത്തും നമുക്ക് മറ്റൊരു തിട്ട കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള തിട്ടകൾ എന്ത് ചെയ്യുന്നു? രണ്ട് വശങ്ങളിലുമായിട്ട് രൂപപ്പെടുന്നു. അപ്പൊ ഈ തിട്ടകളെ, ഈ ഒരു റിഡ്ജുകളെ വിളിക്കുന്ന പേരാണ് ലെവീസ് എന്നുള്ള. ഈ നദിയുടെ രണ്ട് വശങ്ങളിലുമായിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഈ തിട്ടകളാണ് ലെവീസ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറമായിരിക്കും നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ലാൻഡ് ഫോംസുമാണ് ഡിപ്പോസിഷന്റെ ഫലമായിട്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഇത് കൂടാതെ മറ്റൊരു ലാൻഡ് ഫോമും കൂടിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സാൻഡ് ബാർസ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത്, ആദ്യം നമ്മൾ റിവറൈൻ ഐലൻഡ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ലെവീസിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ മൂന്നാമത്തെ ലാൻഡ് ഫോം ആണ് സാൻഡ്ബാർ എന്ന് പറയുന്ന ലാൻഡ് ഫോം. അതിന്റെ മലയാളം മണൽ വരമ്പുകൾ എന്ന് പറയും. അപ്പൊ ഇത് ലീനിയർ ലാൻഡ് ഫോംസ് ആണ്. അതായത് ലീനിയർ ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ രേഖീയ ഭൂരൂപങ്ങൾ എന്ന് പറയും. നീളത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണിവ. അപ്പൊ ലീനിയർ ലാൻഡ് ഫോംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഫോംഡ് ബൈ സെഡിമെന്റ്സ് കൊണ്ട് തന്നെയാണ് ഇതും ഫോം ചെയ്യുന്നത്. ഇനി സെഡിമെന്റ്സിനകത്ത് എന്തൊക്കെയുണ്ട്? സെഡിമെന്റ്സ് ഇൻക്ലൂഡിങ് സാൻഡ്, സിൽറ്റ്, ഗ്രാവൽ എന്നീ സെഡിമെന്റ്സ് കൊണ്ടുണ്ടാകുന്ന ലീനിയർ ലാൻഡ് ഫോംസ് ആണ്. ഇനി ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? എലോങ് റിവറിന്റെ ബെഡിൽ, അതായത് റിവറിന്റെ നദീ തടത്തിലാണ് ഉണ്ടാകുന്നത്. നദിയുടെ അടിഭാഗം, താഴ്വശത്തിനെ വിളിക്കുന്ന പേരാണ് റിവർ ബെഡ്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിവറിന്റെ ഏറ്റവും ഒരു അടിഭാഗം, ഈ അടിഭാഗത്ത് വരുന്ന ഇതാണ് റിവർ ബെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബെഡിലാണ് ഈ ഡിപ്പോസിഷൻ നടക്കുന്നത്. പിന്നെ നദീതടം എന്ന് പറയും. നദീതടത്തിൽ ഡിപ്പോസിഷന്റെ ഫലമായിട്ട് പ്രധാനമായിട്ട് സാൻഡ്, സിൽറ്റ്, ഗ്രാവൽ എന്നീ സെഡിമെന്റ്സ് ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് പൊടിമണൽ, മണൽ, ചരൽ എന്നിവയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലീനിയർ ലാൻഡ് ഫോംസ്, നീളത്തിൽ കാണപ്പെടുന്ന ലാൻഡ് ഫോംസ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാൻഡ് ബാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം ഒരു റിവർ ഒഴുകി വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ റിവറിൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? നീളത്തിൽ ചില ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, സൈഡുകളിലായിട്ട്. അപ്പൊ ഇങ്ങനെ സൈഡിൽ കാണപ്പെടുന്ന, നീളത്തിൽ കാണപ്പെടുന്ന ലീനിയർ ലാൻഡ് ഫോംസ്, അതിനെ വിളിക്കുന്ന പേരാണ്, ഈ രേഖീയ ഭൂരൂപങ്ങളെ വിളിക്കുന്ന പേരാണ് സാൻഡ് ബാറുകൾ. ഇപ്പൊ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ ഒരു സാൻഡ് ബാർ കാണാൻ പറ്റും. ഈ ഒരു റിവർ ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ഈ റിവറിൽ ഇവിടെ റിവറിനകത്തൊരു ലീനിയർ ആയിട്ട്, രേഖീയമായിട്ട് നീളത്തിൽ നിൽക്കുന്ന ഒരു ലാൻഡ് ഫോം ഉണ്ട്. അപ്പൊ ഈ ഒരു ലാൻഡ് ഫോം ആണ് സാൻഡ് ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവസാനമായിട്ട് നമുക്ക് ഒരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോമിനെ കുറിച്ച് കൂടി പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡെൽറ്റ. അപ്പൊ ഡെൽറ്റാസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, when the river nears the river mouth through the plains, അതായത് പ്ലെയിൻസിലൂടെ, സമതലത്തിലൂടെ ഒഴുകി റിവർ എന്ത് ചെയ്യുന്നു? ആ റിവർ മൗത്തിന്റെ, നദീമുഖത്തിന്റെ നിയറിലായിട്ട്, അടുത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? the velocity of the river decreases. അപ്പൊ നദീമുഖത്തിന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ റിവർ മൗത്തിന്റെ അടുത്തേക്ക് റിവർ എത്തുന്ന സമയത്ത് റിവറിന്റെ വെലോസിറ്റി, വേഗത കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്, റിവർ എപ്പോഴും ഒരു മൗണ്ടെയിനിൽ നിന്ന്, അല്ലെങ്കിൽ ഉയർന്ന പ്രദേശത്ത് നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് ഒഴുകി റിവർ പ്ലെയിനിലൂടെ, സമതലത്തിലൂടെ ആയിരിക്കും ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലേക്ക് ചെന്ന് ചേരുന്നത്. അപ്പൊ ആ വാട്ടർ ബോഡിയിലേക്ക് ചെന്ന് ചേരുന്ന ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് റിവർ മൗത്ത് എന്ന് പറയുന്നത്. റിവർ മൗത്ത് അല്ലെങ്കിൽ നദീമുഖം. അതായത് നദി കടലിലേക്കോ ഒരു തടാകത്തിലേക്കോ വന്ന് ചേരുന്ന ആ ഒരു പോയിന്റ് ആണ് നദീമുഖം അല്ലെങ്കിൽ റിവർ മൗത്ത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇതാണ് ഇവിടുത്തെ റിവർ മൗത്ത് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റ് ആണ് റിവർ മൗത്ത്. അപ്പോ ഇവിടെ റിവർ മൗത്ത് കഴിഞ്ഞാൽ ഒരു വലിയ വാട്ടർ ബോഡി ആയിരിക്കും. അത് ഓഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേക്ക് ആയിരിക്കാം, മറ്റേതെങ്കിലും വാട്ടർ ബോഡീസ് ആയിരിക്കാം. അപ്പൊ അതിലേക്കായിരിക്കും റിവർ വന്ന് ചേരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? മോസ്റ്റ് റിവേഴ്സ് ബ്രാഞ്ച് ഔട്ട് ഇൻ ടു ഡിസ്ട്രിബ്യൂട്ടറീസ് അറ്റ് ദി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ മിക്ക നദികളും എന്ത് ചെയ്യും? ബ്രാഞ്ച് ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങും.
ബ്രാഞ്ച് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞൊഴുകുക. എന്തായാണ് പിരിഞ്ഞൊഴുകുന്നത്? ബ്രാഞ്ച് ഔട്ട് ഇൻറ്റു ഡിസ്ട്രിബ്യൂട്ടറീസ്. ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ കൈവഴികൾ. കൈവഴികളായിട്ടായിരിക്കും റിവർ ഈ ഒരു സ്റ്റേജിൽ റിവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? പിരിഞ്ഞൊഴുകാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ നദിയുടെ വേഗത കുറവാണ്. അപ്പോൾ നദി ചെറിയ ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകാനായിട്ട് തുടങ്ങും. ഈ ഒരു പ്രദേശത്ത് എത്തുമ്പോഴത്തേക്കും കൈവഴികളായിട്ട് പിരിയാൻ തുടങ്ങും. അപ്പോൾ ഒട്ടനവധി ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ കൈവഴികൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൈവഴികളായിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പിരിയുന്ന സമയത്ത് വേർ ദ വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെന്റ്സ് ഈസ് ഹൈ. റിവറിലുള്ള വെള്ളത്തിന്റെ വോളിയവും അതുപോലെ സെഡിമെന്റിന്റെ വോളിയവും, വോളിയം ഓഫ് ബോത്ത് വാട്ടർ ആൻഡ് സെഡിമെന്റ്സ്, അപ്പൊ അവസാദങ്ങളുടെയും വെള്ളത്തിന്റെയും വോളിയം അളവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഹൈ ആണ്. അപ്പൊ ഹൈ ആയതുകൊണ്ടാണ്, വെള്ളം ഇവിടെ കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നദി ഇങ്ങനെ പിരിഞ്ഞൊഴുകുന്നത്, കൈവഴികളായിട്ട് ഡിസ്ട്രിബ്യൂട്ടറീസ് ആയിട്ട് പിരിഞ്ഞൊഴുകാൻ തന്നെ കാരണം. അത് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്യാനും തുടങ്ങും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ദ സെഡിമെന്റ്സ് ബ്രോട്ട് ബൈ ദ റിവർ ആർ ഡിപ്പോസിറ്റഡ് ബിറ്റ്വീൻ ദീസ് ഡിസ്ട്രിബ്യൂട്ടറീസ്. അപ്പൊ റിവറിന്റെ കയ്യിൽ ഒരുപാട് സെഡിമെന്റ്സ് ഉണ്ട് അല്ലെ, അവസാദങ്ങളുണ്ട്. നമുക്കറിയാം റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ റിവേഴ്സ് വന്ന് ചേരുന്നുണ്ട്. അതിനെ നമ്മൾ ട്രിബ്യൂട്ടറീസ് എന്നുള്ള പേരിലാണ് വിളിച്ചത്. ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ എന്ന് പറയും. അപ്പൊ ഈ പോഷക നദികൾ കൊണ്ടുവരുന്ന വെള്ളവും അതുപോലെ തന്നെ സെഡിമെന്റ്സും എല്ലാം തന്നെ ഒഴുകി ഒഴുകി ഈ ഒരു റിവർ മൗത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് വെള്ളവും കൂടുതലായിരിക്കും, സെഡിമെന്റ്സും കൂടുതലായിരിക്കും. അപ്പോൾ റിവർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡിപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. ദ സെഡിമെന്റ്സ് ബ്രോട്ട് ബൈ ദ റിവർ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് എന്ത് ചെയ്യുന്നു? ആർ ഡിപ്പോസിറ്റഡ് ബിറ്റ്വീൻ ദീസ് ഡിസ്ട്രിബ്യൂട്ടറീസ്. ഈ ഡിസ്ട്രിബ്യൂട്ടറീസിന്റെ ഇതിന്റെ ഇടയിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറീസിന്റെ ഇടയിലായിട്ട് റിവർ എന്ത് ചെയ്യുന്നു? സെഡിമെന്റ്സ് എല്ലാം തന്നെ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഒട്ടനവധി സെഡിമെന്റ്സ് റിവർ ഇതിന്റെ ഇടയ്ക്കായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോ അതൊരു ലാൻഡ് ഫോം ആയിട്ട് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോമിങ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ലാൻഡ് ഫോംസ് കാൾഡ് ഡെൽറ്റാസ്. അപ്പൊ ഇങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ടറീസിന്റെ ഇടയിൽ സെഡിമെന്റ്സ് ഡിപ്പോസിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ആയിട്ടുള്ള ത്രികോണ ആകൃതിയിലുള്ള ഒരു ലാൻഡ് ഫോം എന്ത് ചെയ്യുന്നു? ഇവിടെ രൂപപ്പെടുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം ഒരു ത്രികോണ ആകൃതിയിൽ ഉള്ള ഒരു ലാൻഡ് ഫോം എന്ത് ചെയ്യുന്നു? ഇവിടെ രൂപപ്പെടുന്നു. അപ്പൊ ഈ ഒരു ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ത്രികോണ ആകൃതിയിലുള്ള ഈ ഒരു ലാൻഡ് ഫോമിനെ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ എന്നുള്ളത്. അപ്പൊ ഫോമിങ് ഓൾമോസ്റ്റ് ട്രയാങ്കുലർ ഷേപ്ഡ് ലാൻഡ് ഫോം കാൾഡ് ഡെൽറ്റ. അപ്പൊ ത്രികോണാകൃതിയിലുള്ള ഈ ഒരു ഭൂരൂപങ്ങളെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഇവയെ ഡെൽറ്റ എന്ന് വിളിക്കാൻ കാരണം ഇത് ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയോട് ഇതിന് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ഈ ഒരു ലാൻഡ് ഫോമിന് ഈ ഒരു പേര് വന്നത് അല്ലെ, ത്രികോണാകൃതി അല്ലേ. അപ്പോ ദീസ് ഫീച്ചേഴ്സ് ആർ നെയിംഡ് ആഫ്റ്റർ ദ ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റ. കണ്ടോ, ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു ഡെൽറ്റയുമായിട്ട് ഇതിനെന്തുണ്ട്? റിസംബ്ലൻസ് ഉണ്ട്, രൂപത്തിൽ ആകൃതിയിൽ റിസംബ്ലൻസ് ഉണ്ട് ഈ ഒരു ലാൻഡ് ഫോമിന്. അപ്പോൾ ഡ്യൂ ടു ദെയർ റിസംബ്ലൻസ് ഇൻ ഷേപ്പ്, അപ്പൊ ഈ ഒരു ലാൻഡ് ഫോമിന്റെ ഷേപ്പ്, ആകൃതി എന്ന് പറയുന്നത് എന്താണ്? ഗ്രീക്ക് ആൽഫബറ്റ് ഡെൽറ്റയുമായിട്ട് ഇതിന് റിസംബ്ലൻസ് ഉണ്ട്, സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ലാൻഡ് ഫോമിനെ ഡെൽറ്റ എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, അതിന്റെ ആൻസർ എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ലാൻഡ് ഫോംസ് വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു ദ ഡിപ്പോസിഷണൽ പ്രോസസ് ബൈ റിവേഴ്സ്. അതായത് റിവേഴ്സിന്റെ, നദികളുടെ ഡിപ്പോസിഷണൽ പ്രോസസ്സിന്റെ, നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് ഫോം ചെയ്തിട്ടുള്ള, രൂപപ്പെട്ടിട്ടുള്ള ലാൻഡ് ഫോംസ് അഥവാ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്, അത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിട്ടുള്ള ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്, ആദ്യം അലൂവിയൽ ഫാൻസ് അല്ലെങ്കിൽ എക്കൽ വിശറികളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അലൂവിയൽ ഫാൻ ഒരു ഡിപ്പോസിഷണൽ ലാൻഡ് ഫോം ആണ്. അതുപോലെ തന്നെ പിന്നീട് പഠിച്ചത് ഫ്ലഡ് പ്ലെയിൻസിനെ കുറിച്ചാണ്. ഫ്ലഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രളയ സമതലങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അതിനുശേഷം പിന്നീട് നമ്മൾ ലെവീസിനെ കുറിച്ച് പഠിച്ചു. ലെവീസ് എന്ന് പറഞ്ഞാൽ നീർച്ചാൽ തിട്ടകളാണ്. അതുപോലെ തന്നെ റിവറൈൻ ഐലൻഡ്സ് അല്ലെങ്കിൽ നദീജന്യ ദ്വീപുകളുണ്ട്. പിന്നീട് സാൻഡ് ബാർസ് അല്ലെങ്കിൽ മണൽ വരമ്പുകളെ കുറിച്ച് പഠിച്ചു. അവസാനമായിട്ട് ഡെൽറ്റകൾ എന്ന് പറയുന്ന ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇത്രയുമാണ് ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ നിക്ഷേപണ
ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത് വരുന്നത് അലൂവിയൽ ഫാൻ, പിന്നീട് ഫ്ലഡ് പ്ലെയിൻ ഉണ്ട്, റിവറൈൻ ഐലൻഡ്സ്, ലെബീസ്, സാൻഡ്ബാർസ്, ഡെൽറ്റാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ അതിന്റെ ജിയോമോർഫിക് ഫീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.